this is what I'm gonna buy in this dip. I have like around more than 10-20 coins I have in my list. ഈ ഒരു കറക്ഷനോട് കൂടിയിട്ട് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ കെയർ ഓൺ ചെയ്യാൻ പോകുന്നത് ഏകദേശം 20ഓളം കോയിൻസ് ആണ്. ബട്ട് ദ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് വെൻ ടു ബൈ, എപ്പോൾ ഞാൻ എൻ്റർ ആവണം എന്നതും അതുപോലെ തന്നെ ഹൗ മച്ച് ഐ ഷുഡ് ഇൻവെസ്റ്റ്, ഇതെല്ലാമാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കൺസേൺ. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു ഡിസ്കസ്. ബിഫോർ വി ഗോ ടു ദ വീഡിയോ, ആദ്യമായിട്ട് ക്രിപ്റ്റോ ട്രൈബ് കമ്മ്യൂണിറ്റിയിലൊക്കെ വരുന്ന എല്ലാവരോടും ബിറ്റ്കോയിനെ കുറിച്ചും ആൾട്ടർനേറ്റീവ് കോയിൻസിനെ കുറിച്ചുമുള്ള ഡെയിലി അപ്ഡേഷൻസ്, ന്യൂസ്, പ്രൈസ് പ്രിഡിക്ഷൻ, ചാർട്ട് അനാലിസിസ് അറിയാനായിട്ട്, അതുപോലെ തന്നെ വീക്കിലി വൺസ് നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ തീർക്കാനായിട്ടുള്ള ലൈവ് സ്ട്രീമിംഗ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മലയാളത്തിലെ ദ വൺ ആൻഡ് ഓൺലി ചാനൽ ദാറ്റ് ഇസ് ക്രിപ്റ്റോ ട്രൈബ്. So if you want to stay up to date in the crypto world, subscribe ചെയ്യുക, press and turn on the notification because we will be posting all your recommendation. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലെജിറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ടോക്കൺസ് ഏൺ ചെയ്യാൻ പറ്റുന്ന, കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. Don't forget to get your rewards. Welcome back to the channel. This is your Crypto Master and my name is Mirzad, and welcome back again. Another video of the fastest growing cryptocurrency community in Kerala. And I think നമ്മൾ ഒരുപാട് മൈൽ സ്റ്റോൺസ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1K, 2K, 3K, 4K, 5K ആൻഡ് ഓഫ് കോഴ്സ് മില്യൺ മൈൽസ് ടു ഗോ. ഇതെല്ലാം ഒരു ചെറിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. ഇന്നലത്തെ ലൈവോട് കൂടിയിട്ട് ഒരുപാട് പേര് ഒരുപാട് അപ്രിഷിയേഷൻ അറിയിച്ചിരുന്നു, ഒരുപാട് സന്തോഷം. ബിക്കോസ് ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായൊരു ടെൻഷൻ ബിറ്റ്കോയിൻ്റെ മാർക്കറ്റിൽ എത്രത്തോളം പ്രൈസ് കറക്റ്റ് ആവും, അതുപോലെ താഴത്തേക്ക് എത്രത്തോളം പോകും എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ മേടിച്ച് വെച്ചവരെ സംബന്ധിച്ച് പലരും മാർക്കറ്റിൽ പ്രൈസ് താഴത്തേക്ക് പോകുന്ന സമയത്ത് പേടിക്കുകയാണ്. അതായത് ഇത് സെൽ ഔട്ട് ചെയ്യണോ, ഇത് ഇനിയും ബൈ ചെയ്യണോ, അതല്ല ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും നഷ്ടങ്ങൾ വരുത്തി വെക്കണോ, അതല്ല വിറ്റ് കളയണോ, ഏത് മേടിക്കണം, എങ്ങനെ മേടിക്കണം, എപ്പോൾ മേടിക്കണം, ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. സോ ഐ തിങ്ക് വി ഹാവ് ഓൾറെഡി കവേർഡ് ഓൾ ദാറ്റ് ടോപ്പിക് ഇൻ ലാസ്റ്റ് ലൈവ് സെഷൻ. എവറി സൺഡേ ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഫ്രം 7 onwards. ആൻഡ് റൈറ്റ് നൗ നമ്മൾ ഡെത്ത് ക്രോസ് ഓവർ കണ്ടു. ബിറ്റ്കോയിൻ്റെ കേസിൽ നല്ലൊരു മൂവ്മെൻറ്റ് താഴത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് സപ്പോർട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സപ്പോർട്ടിൽ നിന്നൊരു ബൗൺസ് ബാക്ക് ഉണ്ടായാലാണ് നമുക്ക് ഇനി ഒരു പ്രതീക്ഷ കിട്ടുള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇറങ്ങി വരേണ്ടത് വളരെ അനിവാര്യമാണ്. സോ ഇനി ഇറങ്ങി വരുന്നു കഴിഞ്ഞാൽ വീണ്ടും അൾ പ്രൊഫൈലിലെ നമ്മളിപ്പോൾ കാണുന്ന ഫിയാറ്റ് കറൻസി റേഞ്ച് വീണ്ടും കുറയുന്നതായിട്ട് കാണാം. എല്ലാവരുടെ ബോൾട്ടും സ്ലോട്ടേഡ് ആണ്. ഈവൻ മൈൻ 60-70% സ്ലോട്ടേഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ഒരു പിക്കപ്പ് കിട്ടാതെ നിൽക്കുകയാണ്. എല്ലാവരും ടെൻസ്ഡ് ആണ്, എല്ലാവരും വറീഡ് ആണ്. ബട്ട് ദിസ് ഈസ് നോട്ട് ദ ടൈം ടു ഗെറ്റ് വറീഡ്. ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. എൻ്റെ പെർസ്പെക്റ്റീവാണ്. അതായത് നിങ്ങൾ ഇപ്പോഴല്ല വറീഡ് ആവേണ്ട. ഈ ഒരു മൊമെൻറ്റിൽ പലരും ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നതായിട്ട് കണ്ടു. സ്റ്റേ അവേ ഫ്രം ദ മാർക്കറ്റ്. മാർക്കറ്റിനെ കുറിച്ച് കൺസേൺഡ് ആവരുത്. തീർച്ചയായിട്ടും അത് അവരുടെ അഭിപ്രായങ്ങളായിരിക്കാം, അവരെ കുറച്ചും കൂടി റിലാക്സ് ആക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കാം, ഒരു കാര്യമായിരിക്കാം. ബട്ട് വാട്ട് ഐ വിൽ ടെൽ, വാട്ട് ഐ വിൽ ടീച്ച് മൈ ടീം ദാറ്റ് വാച്ച് മാർക്കറ്റ് റൈറ്റ് നൗ. ഇപ്പോഴാണ് മാർക്കറ്റ് വാച്ച് ചെയ്യേണ്ടത്, ഇപ്പോഴാണ് മാർക്കറ്റ് പഠിക്കേണ്ടത്, ഇപ്പോഴാണ് മാർക്കറ്റിൽ എൻ്റർ ആവേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു ചോദിച്ചിട്ടുണ്ട്. വെൻ ടു എൻ്റർ, അതാണ് പ്രശ്നം. അതായത് എപ്പോൾ നമ്മൾ എൻ്റർ ആവണം, എപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം എൻ്റെ ആൾ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ലോട്ടഡ് ആയി എടുക്കുകയാണ്. ബട്ട് ഐ എം നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഐ നോ ദ ഫ്യൂച്ചർ, ഐ നോ വാട്ട് വിൽ ഹാപ്പൻ. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും ഒക്കെ ആയിട്ടുള്ള എൻ്റെ പ്രവർത്തനവും പ്രയാണം എല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ എങ്ങനെ ഇനിയും വളരാം, എങ്ങനെ ഇനിയും കുറച്ചുകൂടി മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ചായിട്ടുള്ള റിസർച്ചിലായിരുന്നു. ആൻഡ് ആ റിസർച്ചിലൂടെ ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. സോ ഐ തിങ്ക് ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ബിറ്റ്കോയിൻ ഇസ് നോട്ട് ഡെഡ്. സോ നോട്ട് ദാറ്റ് പോയിന്റ്. Bitcoin is not dead. Not today. Bitcoin is here to stay, just like we are. So I think that I have like more than 20 coins in my alt profile. I need to add more coins. അപ്പം ഞാൻ വെച്ചിരിക്കുന്ന കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കോയിൻസ് ഉണ്ട്. അതിന് ലിസ്റ്റ് ഔട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ എത്ര നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ബിഫോർ വി ഗോ ടു ഓൾ ദീസ് കൈൻഡ് ഓഫ് സ്റ്റഫ്, നമുക്ക് ബിറ്റ്കോയിൻ്റെ ചാർട്ട് ഒന്നുകൂടി അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത സപ്പോർട്ട് എവിടെ നിന്നാണ്, അവിടെ നിന്നായിരിക്കണം അടുത്ത ബൗൺസ് ബാക്ക് തുടങ്ങേണ്ടത്. ആ ബൗൺസ് ബാക്കിൽ നിന്നായിരിക്കണം നമ്മൾ പുതിയൊരു എൻട്രി വെക്കേണ്ടത്. എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു കോയിൻ ചൂസ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വി നീഡ് ടു ഹോൾഡ് ഓൺ ഫോർ ദാറ്റ് ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഓർ ഫ്യൂ മന്ത്സ് ഓർ ഫ്യൂ ഡേയ്സ്. അതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. സോ വിത്തൗട്ട് എനി ഫർദർ ഡു ഇൻട്രൊഡക്ഷൻ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ചാർട്ട് ആൻഡ് വി ആർ ഹിയർ ടു ടോക്ക് ബിസിനസ് ഇൻ ക്രിപ്റ്റോ. അത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയേണ്ട ഒരു കാര്യമായിരുന്നില്ലേ? ഓൾ റൈറ്റ്. സോ ഐ തിങ്ക് I will ഷോ യു the Bitcoin chart.
ബിറ്റ്കോയിൻ്റെ വാസറെക്സിലെ 1 ഡേ ടൈം ഫ്രെയിമിൽ ചാർട്ടാണ്. നോ വറീസ്, ഞാൻ USDയിലും കാണിച്ചു തരാം. സോ ഡെത്ത് ക്രോസ് ഓവർ നമ്മൾ ഓൾറെഡി ഇന്നലെ കണ്ടു കഴിഞ്ഞു. നമുക്കുള്ള ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം 25,73,000 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മളുടെ ഫസ്റ്റ് സപ്പോർട്ട് ഉള്ളത്. ദിസ് ഇസ് ദ പ്രൈസ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബിറ്റ്കോയിനെ സപ്പോർട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല. കറണ്ട് സെനാറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ ആ ഒരു പ്രൈസിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. അതായത് 25,50,000 ഇന്നലെ സംസാരിച്ച അതേ സപ്പോർട്ട് റേഞ്ച് 25 lakh എന്ന് പറയുന്ന പ്രൈസിന് മുകളിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 25 to 24 lakhന് ഇടയിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടീവ് ഏരിയ ഉണ്ട്. ആ ഒരു സപ്പോർട്ടീവ് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ വീണ്ടും 27 lakh ബ്രേക്ക്ഔട്ട് ചെയ്ത് 28 lakhലേക്ക് കയറുന്നതായിട്ട് കാണാൻ പറ്റും. ബിക്കോസ് ആ ഒരു പൊസിഷൻ ഒരുപാട് അക്യുമുലേഷന് സാധ്യതയുള്ള പൊസിഷനാണ്. So note this point. If you really want to enter in the market, നിങ്ങൾ നിങ്ങളുടേതായ റെഫറൻസ് നടത്താൻ മറക്കരുത്, ചാർട്ട് വാച്ച് ചെയ്യാൻ മറക്കരുത്. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നിങ്ങൾ വാച്ച് ചെയ്യണം. യു മസ്റ്റ് ലേൺ ഹൗ ദ മാർക്കറ്റ് വർക്ക്സ്. യു മസ്റ്റ് നോ ഹൗ ടു എൻ്റർ ആൻഡ് വെൻ ടു എൻ്റർ. സോ ഒരു സെനാറിയോ ആണ് തരാൻ പോകുന്നത്. ഇഫ് ദ ബിറ്റ്കോയിൻ പ്രൈസ് ഇസ് ഗോണ കം ഡൗൺ ടു 25 to 24, ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ കറന്റ് ഡെയിലി ക്യാൻഡിൽ 25ന് മുകളിലേക്ക് ക്ലോസ് ആവുന്നുണ്ട്. ഓൾമോസ്റ്റ് ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ലൈക്ക് ഇറ്റ് ഈസ് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ. ഇപ്പം നിങ്ങൾക്ക് റെഡ് ക്യാൻഡിൽ കാണാൻ പറ്റും. ബട്ട് ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഇറ്റ് വെന്റ് ഓൾ ദ വേ അപ് ടു 29 lakh, 29 ലക്ഷത്തിലേക്ക് കയറിപ്പോയ സാധനം വീണ്ടും ഇറങ്ങി വന്നിരിക്കുകയാണ്. സോ പീപ്പിൾ ആർ സെല്ലിംഗ് ഔട്ട്. എനിവേ, ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ ബൗൺസിങ് ബാക്ക് പോയിന്റ്. സോ ഈ പറയുന്ന ഒരു 2 ബൗൺസിങ് ബാക്ക് പോയിന്റ് നമുക്കുണ്ട്. അതൊരു ഫസ്റ്റ് സീനാണ്. സോ ഫസ്റ്റ് തിങ് 25 to 24 lakh ആണ്. ആൻഡ് ദ സെക്കൻഡ് സപ്പോർട്ട് റേഞ്ച് ഇസ് 23 to 22 lakh. സെക്കൻഡ് സെനാറിയോ 22 to 23 lakh. സോ ഈ 2 പോയിന്റിലും ബൗൺസ് ബാക്ക് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വാച്ച് ചെയ്യണം. ബൗൺസ് ബാക്ക് സംഭവിക്കേണ്ടത് ഇങ്ങനെയാണ്. ഫസ്റ്റ് തിങ്, ബിറ്റ്കോയിൻ്റെ അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയി താഴത്തേക്ക് ഇറങ്ങി വന്ന് 24ൽ തട്ടി അതിനും അടുത്ത ശേഷമുള്ള ക്യാൻഡിലോ അല്ലെങ്കിൽ ആ ക്യാൻഡിലോ 25 lakh എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചോ അല്ലെങ്കിൽ 25,70,000 മുകളിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണണം. സോ ലെറ്റ് മീ റിപ്പീറ്റ്, 25 lakh അല്ലെങ്കിൽ 25,70,000 എങ്കിലും. സെക്കൻഡ് തിങ് നോക്കുക, 25,70,000 എങ്കിലും സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണണം. സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ക്യാൻഡിൽ ആ പ്രൈസിന് മുകളിലേക്ക് ക്ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യാം. ബട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻട്രി ചെയ്തതിന് ശേഷം യു നീഡ് ടു ചെക്ക് 27 lakh ആസ് എ റെസിസ്റ്റൻസ്. 27 ലക്ഷം എന്ന് പറഞ്ഞത് ഒരു റെസിസ്റ്റൻസ് ആണ്. അതിനുശേഷം 28,62,000 റെസിസ്റ്റൻസ് ആണ്. നിങ്ങൾ ഈ കാണുന്ന മേജർ റെസിസ്റ്റൻസ് ഏരിയ 29 lakh 80,000 തൊട്ട് 31 lakh എന്ന് പറയുന്ന ഈ മേജർ റെസിസ്റ്റീവ് ഏരിയ ബ്രേക്ക്ഔട്ട് ആയാലാണ് ബിറ്റ്കോയിൻ ഇനി പഴയ ഒരു സൂര്യോദയം നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ ഹാപ്പൻ ബൈ ദി എൻഡ് ഓഫ് July or by the beginning of August first week, inshallah. So that is what is happening with BTC. Bounce back അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അത് ഫസ്റ്റ് സെനാറിയോ ആണ് കേട്ടോ. സെക്കൻഡ് തിങ്, ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് ആവുന്നത് 24 lakhന് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ദെൻ ഐ എം ഓൾ ഇൻ. കാരണം 22-23 lakh എന്ന് പറയുന്ന ഈ പ്രൈസിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടീവ് ഉണ്ട്, അക്യുമുലേഷൻ ഉണ്ട്. സോ ആ ഒരു അക്യുമുലേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഐ എം ഓൾ ഇൻ. ഇഫ് ഐ എം നോട്ട് ഫൈൻഡിങ് ദാറ്റ് സപ്പോർട്ട് അറ്റ് 22-23, നോ, ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് ഓൾ ഇൻ. നമുക്ക് ഇനിയും വാച്ച് ചെയ്യേണ്ടതുണ്ട് മാർക്കറ്റിലെ മൂവ്മെന്റ്സ്. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് വി നീഡ് ടു വെയിറ്റ് അണ്ടിൽ ദ ക്യാൻഡിൽ ക്ലോസിങ് അബൌട്ട് 25 lakh. അതൊരു സ്ട്രോങ് സപ്പോർട്ടീവ് ഏരിയ ആണ്. ആൻഡ് വാട്ട് ഇസ് നെക്സ്റ്റ്? 23 to 22 lakh അല്ലേ? അപ്പോൾ അവിടത്തേക്കൊക്കെ ഇറങ്ങി വരാണ്. അതായത് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് 22 lakh 23 lakh ഒരു സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബൗൺസ് ബാക്ക് പ്രതീക്ഷിക്കാം. ബട്ട് ബൗൺസ് ബാക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കൂടി ഒരു സൈഡ് ഗ്രോത്ത് ആയിരിക്കും. കാരണം 25,70,000 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സെനാറിയോ. ഫസ്റ്റ് സെനാറിയോ വീണ്ടും 27 lakh ഒരു സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 28 lakhലേക്ക് ബൗൺസ് ചെയ്യും. സോ നോട്ട് ഡൗൺ മൈ പോയിന്റ്സ്, നോട്ട് ഡൗൺ ഓൾ ദ പ്രൈസ് റേഞ്ച് ഐ എം ടെലിംഗ് യു റൈറ്റ് നൗ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ നോക്കേണ്ടത് ഈ പറയുന്ന പ്രൈസ് റേഞ്ചുകളാണ്. സോ യു നോ വെൻ ടു എൻ്റർ നൗ അല്ലേ? ഈ 2 സെനാറിയോ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും എല്ലാവരും വറീഡാണ്, ഇത് എപ്പോൾ സംഭവിക്കും, ഏത് സമയത്ത് സംഭവിക്കും. ഈ സമയം പ്രിഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക്, ഞാനൊരു ജോത്സ്യനൊന്നുമല്ല. ഐ ഡോണ്ട് തിങ്ക് ജോത്സ്യൻസ് ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ എത്രത്തോളം നമ്മൾ പ്രിഡിക്ഷൻസ് നടത്തിയാലും സമയം നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ സമയം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 24/7 ചാർട്ട് വാച്ച് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 1 hour ഇടവിട്ട് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. മാർക്കറ്റിൽ നിങ്ങൾ എൻ്റർ ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ബോധരാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ്
റിലാക്സ് ആവുക, ഇൻവെസ്റ്റ് ചെയ്യുക, മുണ്ടാണ്ട് കുത്തിരിക്കുക. ദാറ്റ് ഇസ് ഓൾ ഐ ക്യാൻ സേ റൈറ്റ് നൗ. കാരണം ബിറ്റ് കോയിൻ്റെ കേസിൽ ബൗൺസ് ബാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ എത്ര ഡ്യൂറേഷൻ എടുക്കും എന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ കാണിച്ചു തന്നു. ഒരുപാട് കേസ് സ്റ്റഡീസ്, ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് യു നോ ഹൗ ലോങ് ദിസ് വിൽ ടേക്ക്. പ്രോബബ്ലി ദിസ് വിൽ ടേക്ക് ദിസ് മച്ച് ടൈം എന്നുള്ളത് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ലാസ്റ്റ് ലൈവ് വാച്ച് ചെയ്തവർക്ക്. സോ and yeah, this is the time to learn from the market. So and one more added to that, of course, നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മേടിക്കാൻ പോകുന്ന if I'm seeing the bounce back, ഞാൻ മേടിക്കാൻ പോകുന്ന ഒരുപാട് കോയിൻസ് ഉണ്ട്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഞാനൊരു SIP സെക്ഷൻ വെച്ചിട്ടുണ്ട്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആഡഡ് ടു ദാറ്റ് ഇതുപോലെ കറക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ സെലക്റ്റീവായിട്ട് എഴുതി വെച്ചിരിക്കുന്ന പല കോയിൻസിലേക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ എഫക്റ്റ് ചെയ്യാത്ത, ഇനി അടുത്തൊരു 4 വർഷത്തേക്ക് ആ എമൗണ്ട് ഒരിക്കലും എന്നെ ബോധഡ് ആവില്ല, ഞാൻ വറീഡ് ആവില്ല. അതിൽ എത്ര ഡിപ്പ് വന്നാലും എത്ര ഹൈക്ക് വന്നാലും ഞാൻ ടെൻസ്ഡ് ആവില്ല, ഞാൻ പ്രഷർ ആവില്ല എന്നുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മളുടെ നെറ്റ് വർത്തിൻ്റെ, നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിൻ്റെ ഒരു 20% മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി വെക്കുക. സോ ഐ ഇൻവെസ്റ്റ് ഓൺലി മൈ 20% ഫ്രം മൈ ഇൻകം, ഫ്രം മൈ സോഴ്സ് ഓഫ് മണി ഫ്ലോ. സോ തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഫസ്റ്റ് സ്ട്രാറ്റജി, ഒരു 20% ഇൻവെസ്റ്റ് ചെയ്യുക. 20% ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ട കാര്യം, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ബിറ്റ് കോയിൻ ഉണ്ടാവണം, എത്തേറിയം ഉണ്ടാവണം, BNB ഉണ്ടാവണം, ലിങ്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരുപാട് കോയിൻസ് ഉണ്ട്, ആഡ, മാറ്റിക്, ട്രോൺ, വെറ്റ്, BTT ആൻഡ് ഓഫ് കോഴ്സ് സോള്, നിയോ, EOS ആൻഡ് മാന. അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെയാണ്. എത്തേറിയം ക്ലാസിക്കും ഇതെല്ലാം നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള കോയിൻസ് ആണ്, അവരുടെ നേറ്റീവ് ടോക്കൺസ് ആണ്. സോ അവരുടെ എക്കോ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കോയിൻസ് എല്ലാം തന്നെ ഗ്രോ ചെയ്യും. കാരണം ഇപ്പം മാറ്റിക്കിൻ്റെ ഗ്രോത്ത് നിങ്ങളെല്ലാവരും കണ്ടതാണ്, കാരണം മാറ്റിക് ഇസ് സപ്പോർട്ടിങ് ദ എതേറിയം ട്രാൻസാക്ഷൻ. ആഡയുടെ ഗ്രോത്ത് നിങ്ങളെല്ലാവരും കണ്ടതാണ്, കാരണം ആഡ ഒരു നല്ലൊരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തു. ബിറ്റ്കോയിൻ്റെ കേസിൽ ബിറ്റ്കോയിൻ ഈസ് എ കിങ്. ഐ ഡോണ്ട് ഹാവ് ടു ടോക്ക് അബൌട്ട് ബിറ്റ്കോയിൻ, ഓഫ് കോഴ്സ് ബിറ്റ്കോയിൻ ഈസ് ഹിയർ ടു സ്റ്റേ. എതേറിയത്തിൻ്റെ കേസിൽ നിങ്ങൾ കണ്ടതാണ് മാർക്കറ്റിലെ മൂവ്മെൻറ്റ്, എതേറിയം May 7 ശേഷം ഉണ്ടായിരുന്ന ഇവൻറ്റ്. സോ നിങ്ങൾ മാർക്കറ്റിലേക്ക് എൻ്റർ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആ സമയത്തുള്ള ഫണ്ടമെൻ്റൽ സപ്പോർട്ട്, ന്യൂസ് ഉണ്ടോ, എന്തെങ്കിലും ആൾക്കാർ സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റ്സ് കമ്മിങ് ഉണ്ടോ, അതെല്ലാം ചെക്ക് ചെയ്യാം. അതിനുശേഷം ബിറ്റ്കോയിൻ്റെ കേസിലേക്ക്, ബിറ്റ്കോയിൻ എവിടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, ഇതെല്ലാം ചെക്ക് ചെയ്യുക. ആൻഡ് ദ തേർഡ് തിങ്, അൾകോയിനിൽ നമ്മൾ അനലൈസ് ചെയ്ത് ചാർട്ട് വരച്ച് അതിൻ്റെ ബ്രേക്ക് ഔട്ട് കണ്ടുപിടിച്ച് എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും തീരുമാനിക്കാം. ദിസ് ഇസ് ഫോർ ദ ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡ്, പൊസിഷൻ ട്രേഡ്, ലോങ് ട്രേഡ് ചെയ്യുന്നവർക്കായിട്ട്. അതെല്ലാം നിങ്ങൾ ഇൻവെസ്റ്ററായിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പ്രിഫർ ചെയ്തിട്ടുള്ള കോയിൻസ് നിങ്ങൾക്ക് മേടിക്കാം. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഡോണ്ട് ഇൻവെസ്റ്റ്, ബ്ലൈൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യരുത്. അത് എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ആസ്പെക്റ്റ് ആണ്. And this is what I'm buying in the dip. This is how much money I'm going to invest in the dip. And of course, I'm pretty sure that you will make a lot of money in the coming few years if you do good investment in good projects. Not Shiba, not Doge. What is happening to them? അവരെക്കുറിച്ച് ഞാൻ ഇന്നലെ ലൈവിൽ സംസാരിച്ചിരുന്നു. ഇപ്പം എല്ലാവർക്കും ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് സേഫ് മൂണും ഷിബയും ഷാജിയും ശശിയും അതുപോലെ ഇതെല്ലാം ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ ടു ഇൻവെസ്റ്റ് ഇൻ ദിസ്, ബട്ട് ഡോണ്ട് ഇൻവെസ്റ്റ് ടു മച്ച്. ഞാൻ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ലോങ് റണ്ണിലേക്ക് ഇത് എത്ര ആവും, എത്രയായാൽ എത്ര പ്രോഫിറ്റ് കിട്ടും, അപ്പോൾ നമുക്ക് മന്ത്ലി എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഐ തിങ്ക് ഐ ഹവ് ക്ലിയർഡ് എവറി സെഗ്മെൻറ്റ്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഓൾ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ദ പേഷ്യൻസ് വിൽ പേ ഓഫ്. സോ സ്റ്റേ സ്ട്രോങ്, ബി എ hodler, and this is your Crypto Master signing off from Crypto Tribe. I will be seeing you very soon. Godspeed.